തിരുവനന്തപുരം ആനയറയിൽ തീപിടുത്തം. മെത്തക്കടയ്ക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി അണച്ചു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, വലിയ തീപിടുത്തമാണോ? ആളപായമില്ലല്ലോ. അഭിലാഷ്, വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ തീപിടുത്തമാണ്. തിരുവനന്തപുരം ചാക്ക ആനയറയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആനയറയിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപമുള്ള മെത്തക്കടയ്ക്കാണ് തീപിടിച്ചത്. അല്പസമയം മുമ്പായിരുന്നു തീപിടുത്തം. ഇത് വലിയ ബഹുനില കെട്ടിടമാണ്. ആ കെട്ടിടത്തിലെ മെത്തകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം എന്തുവാണെന്ന് വ്യക്തമല്ല. പക്ഷേ പെട്ടെന്ന് തീ പടർന്നു പിടിക്കുകയായിരുന്നു. പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഈ മാട്രസസും ഒക്കെയാണ്. അപ്പോൾ അത് കയറി തീ ആളി പടർന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ജീവനക്കാരൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും ഏകദേശം തീ പൂർണ്ണമായും പടർന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിന് തീ നിയന്ത്രണ വിധേയമാക്കാനും കഴിഞ്ഞു. ചാക്കയിൽ നിന്നും അതുപോലെ തന്നെ ചെങ്കൽച്ചുള്ളിൽ നിന്നും ഒപ്പം തന്നെ കഴക്കൂട്ടത്തു നിന്നുമുള്ള 3 സ്റ്റേഷനുകളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് അവിടേക്ക് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കത്തിക്കരിഞ്ഞ ഈ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ആ ഗോഡൌണിനുള്ളിൽ ഉള്ളത്. പൂർണ്ണമായും ആ ഗോഡൌൺ പൂർണ്ണമായും അത് കത്തിപ്പോയി എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടും ഒപ്പം തന്നെ ഈ സ്ഥാപന ഉടമകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടം അവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ആർക്കും പരിക്കോ അങ്ങനെ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് ഉണ്ടായിരുന്നവരെ പെട്ടെന്ന് ഓടി മാറി. തീയും പുകയും ഒക്കെ വന്നപ്പോഴേക്കും ഓടി മാറുകയും ചെയ്തു. പൂർണ്ണമായും തീ അവിടെ അണച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് പുറത്തു വരാനുള്ളത്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുകൂടി അറിയാനുണ്ട്. അവിടെ ഈ മെത്ത കൂടാതെ പില്ലോസും ഒപ്പം തന്നെ ഈ സോഫ നിർമ്മിക്കുന്ന വസ്തുക്കളുമൊക്കെ വലിയ തോതിൽ അവിടെ സംഭരിച്ചിരുന്നു. അതാണ് ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള കാരണം. അഭിലാഷ്, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയ. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഭാഗ്യവശാൽ ആർക്കും പരിക്ക് ഏറ്റിട്ടില്ല, പൊള്ളൽ ഏറ്റിട്ടില്ല.